ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്കിലെ കവർച്ചയിലെ പ്രതിയെ റിജോ ആന്റണിയെ ഏകദേശം 48 മണിക്കൂറിനുള്ളിൽ പോലീസ് പിടിച്ചു. നമ്മളെല്ലാവരും പോലീസിനെ ശ്ലാഘിച്ചു. അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അത് പഠിച്ചു. അവിടെ നടന്ന ആ ബുദ്ധിപരമായ കവർച്ച, അത് ഒന്ന് രണ്ട് ചെറിയ പിഴവുകൾ പറ്റിയതുകൊണ്ട് മാത്രം പിടിച്ചു പോയതാണ്. അത് റിജോ ആന്റണിക്ക് ഇപ്പം ദുഃഖം ഉണ്ടാകാം. അയാളുടെ കണക്കൂട്ടലെല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷെ എവിടെയെങ്കിലും പോലീസ് പിടിച്ചു കയറും. ആ 2 തുമ്പില്ലായിരുന്നെങ്കിൽ ഇത് തെളിയാതെ പോയേനെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം കാലിൽ ധരിച്ച ഷൂ, അതിൻ്റെ അടിയിലെ വെളുപ്പ് കളർ, ബാക്കിയെല്ലാം അയാൾ മാറ്റിക്കൊണ്ടിരുന്നു. പക്ഷെ ഷൂ മാറ്റിയില്ല. പിന്നെ അയാൾക്ക് പറ്റിയ ഒരു മണ്ടത്തരം, ഒരു മോഷണ വണ്ടി ഉപയോഗിക്കണമായിരുന്നു. അതും പറ്റിയില്ല. സ്വന്തം വണ്ടിയിലെ ഫോൾസ് നമ്പർ, തെറ്റായ നമ്പർ വെച്ചിട്ടാണ് അയാൾ ആ മോഷണം സ്ഥലത്തേക്ക് വന്നത്. ഈ 2 കാര്യത്തിലാണ് പാളിപ്പോയത്. കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് പിടിക്കാതെ പോകുന്ന ഒരു കേസായി പോയേനെ. കാരണം ആരും പ്രതീക്ഷിച്ചില്ല ഇയാൾ ഇത് ചെയ്യുമെന്ന്. അവിടുത്തെ കൗൺസിലർ, ഇയാളുടെ വീടിൻ്റെ അടുത്ത കൗൺസിലർ ജിജി ജോൺസന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ 2.5 വർഷമായി അവിടെ വീട് വെച്ച് വന്ന് താമസിക്കുന്നു. കോവിഡിന് ശേഷം വന്നു. വളരെ സൗമ്യമായ സ്വഭാവം, എല്ലാവരെയും കണ്ട് ചിരിച്ചു കാണിക്കും, നല്ല പെരുമാറ്റം, പള്ളിയിലെ കടുപ്പക്കാരൻ. മൂത്ത കുട്ടി +1 പഠിക്കുന്നു, ഇളയ കുട്ടി 4ാം ക്ലാസ്സിലെത്തിയുള്ളൂ. വീട്ടുകാര്യങ്ങളൊക്കെ ഒരു സ്ത്രീ, ഒരു ചേച്ചിയാണ് നോക്കുന്നത്. ഇയാളും വിദേശത്തായിരുന്നു. ഏതായാലും കഴിഞ്ഞ കോവിഡിന് ശേഷം വന്ന് പിന്നെ ഇയാൾ പോയില്ല. ഭാര്യ നേഴ്സാണ്. മാസം 3 ലക്ഷം രൂപയിൽ 1.5 ലക്ഷം രൂപ അയച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും നല്ല മദ്യപാനിയാണ് ഇയാൾ. എന്തായാലും പണം എങ്ങനെ പോയി ചോർന്നു എന്നറിയില്ല. പണം നന്നായിട്ട് ചോർന്നിരിക്കുന്നു. ഭാര്യ വരുമ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു 10-15 ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ പറ്റില്ല. എല്ലാം കുടിച്ച് തീർത്തല്ലോ. അങ്ങനെയാണ് ഈ ഒരു ബുദ്ധിപരമായ നീക്കം. ഒരിക്കലും തന്നെ പിടിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്തു. തന്നെ ആരും സംശയിക്കത്തില്ല. ആ രീതിയിലുള്ള ഓപ്പറേഷനാണ്. പക്ഷെ മലയാളിയെ ഫ്രോഡ് കാണിക്കാൻ ആരും പഠിപ്പിക്കണ്ട. ഞാൻ എപ്പോഴും പറയും, ബേസിക്കലി മലയാളി ഫ്രോഡാണ്. മലയാളി ഫ്രോഡ് കാണിച്ചാൽ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫ്രോഡിന്റെ റാങ്കിങ് നോക്കിയാൽ മലയാളി തന്നെ. 2nd റാങ്കാണ് തമിഴ്നാടിന് കിട്ടുന്നത്. 3rd റാങ്ക് പഞ്ചാബിക്കാണ് എൻ്റെ കണക്കനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള ചില ഓപ്പറേഷൻ ഇന്നും പിടിക്കാതെ പോയിട്ടുണ്ട്. ഞാൻ ക്രൈംബ്രാഞ്ചിലെ സ്പെഷ്യൽ കോഡിൽ ഇരിക്കുമ്പോൾ ബോംബെയിൽ നിന്ന് 2 പോലീസ് ഉദ്യോഗസ്ഥരൂടെ വന്നു. അത് DYSP SP എല്ലാം കൂടെ വന്നു. കാരണം ബോംബെയിൽ വലിയൊരു ഫ്രോഡ് നടത്തി. അവരെന്നെ കാണാൻ വന്നപ്പം തന്നെ ഇതൊരു മലയാളിയുടെ ബുദ്ധിയാണെന്ന് എനിക്ക് അന്നേ തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതോട് ചേർത്ത് പറയുന്നത്. അത് ഞാൻ സഫാരി ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. സഫാരിയിലെ 62 എപ്പിസോഡിൽ ഒരെണ്ണം ഇതാണ്, മലയാളിയുടെ ബുദ്ധി. മലയാളി ഒത്തിരി ബുദ്ധിപരമായ ഫ്രോഡ് വേലകൾ ചെയ്യും. പലതും പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും ബോംബെ പോലീസിനും ആർക്കും പിടിക്കാൻ പറ്റാത്ത വലിയൊരു തട്ടിപ്പ് അവിടെ നടന്നു. ഒരു കൊള്ള. ത്രിഭുവൻ ദാസ് എന്ന് പറഞ്ഞ ഡയമണ്ട് വ്യാപാരിയാണ്. ബോംബെയിലെ ഏറ്റവും വലിയ വ്യാപാരി. ഡയമണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ത്രിഭുവൻ ദാസ് ആൻഡ് സൺസ്. എല്ലാവർക്കും അറിയാം. ഡയമണ്ടിനോട് താല്പര്യമുള്ളവരെല്ലാവരും അവിടുന്ന് ഒരെണ്ണം വാങ്ങിക്കണമെന്നാണ് താല്പര്യപ്പെടുന്നത്. സ്ത്രീകൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. അത് 40-ഓളം സ്റ്റാഫ് തന്നെയുണ്ട്, 40ഓളം കൗണ്ടർ തന്നെയുണ്ട് അവിടെ. എല്ലാ കൗണ്ടറിലും നമുക്ക് ഡയമണ്ട്, വേൾഡിലെ ഏറ്റവും ഫേമസ് ആയ ഡയമണ്ട് എല്ലാം അവിടെ കിട്ടും. അവിടെ പോയി വാങ്ങിക്കാം. അവിടെ 40ഓളം സ്റ്റാഫ് ഉണ്ടെങ്കിലും അവിടെ ആ സ്റ്റാഫിന്റെ അടുത്ത് ആ തോക്കുധാരികളായ ചില ജീവനക്കാരുമുണ്ട്. 8-10 പേര് അവിടെ ലോഡർ റിവോൾവറുമായിട്ടാണ് 4-5 അവിടുത്തെ സ്റ്റാഫിന്റെ ഇടയ്ക്ക് ഇരിക്കുന്നത്. കാരണം അത്ര കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വിറ്റുപോകുന്ന സ്ഥലമാണ്. അവിടെ ഒരു CBI റെയ്ഡ്, CBI ഓഫീസർ വന്ന് നോട്ടീസൊക്കെ കൊടുത്തിരുന്നു. അവിടെ വന്ന് റെയ്ഡ് ചെയ്തു. അതിന്റെ കാരറ്റ്, അതിന്റെ തൂക്കം ഒക്കെ നോക്കേണ്ടി വരും. അവരെ ഒത്തിരി തട്ടിപ്പ് നടത്തുന്ന ആരോപണം. 20-25ഓളം സ്റ്റാഫിനെ, കാരണം ഇവിടെ ജീവനക്കാർ 10-40 പേരുണ്ട്. അതുകൊണ്ട് 10-20ഓളം സ്റ്റാഫ് CBI സ്റ്റാഫുമായിട്ടാണ് ഈ ഓഫീസർ വരുന്നത്. വന്ന്
അവിടെ സേഫ് എല്ലാം തുറന്നു, എല്ലാം പരിശോധിച്ചു. ഡയമണ്ട് കാരറ്റ് എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കി, തൂക്കി നോക്കി, അതിന്റെ വെയിറ്റ് നോക്കി. അതൊക്കെ ഓരോ സഞ്ചിക്കകത്തും അത് സൂക്ഷിച്ചിരിക്കുന്നത്, അതിന്റെ വില, അതിന്റെ കാരറ്റ്, ഡയമണ്ട് എത്ര കാരറ്റ്, അത് നമുക്ക് 22 കാരറ്റിന്റെ സ്വർണ്ണേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ലെ 24 കാരറ്റ്. കാരറ്റ് കൂടും ഡയമണ്ടിന്. അപ്പൊ അതുകൊണ്ട് അത് മുഴുവൻ പരിശോധിച്ചു. ഏതായാലും ഒരു സഞ്ചി നിറയെ അയാൾ ഡയമണ്ട് എടുത്തിട്ട് അവിടുത്തെ 2 സ്റ്റാഫ് കൂടെ വരാൻ പറഞ്ഞു. ഓഫീസിൽ കൊണ്ടുപോയി ഇതൊന്ന് അവിടുത്തെ വെയിങ് ബാലൻസ് നോക്കണം, മാറ്റ് നോക്കണം. ബാക്കി എൻ്റെ സ്റ്റാഫെല്ലാം ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് പോയി. അയാൾ വന്ന കാർ പോയി ഒരു വലിയ CBI ഓഫീസാന്ന് പറയുന്നു, മൾട്ടി സ്റ്റോർ വലിയൊരു കെട്ടിടത്തിന് മുന്നേ നിർത്തി. ഒരാൾ കാറിൽ ഇരിക്കാൻ പറഞ്ഞു, മറ്റേ ആൾ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ 3ാം നില 4ാം നില ലിഫ്റ്റിൽ കയറി, 4ാം നില കയറിയിട്ട് താൻ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഇയാൾ അതിൻ്റെ ഓഫീസിലോട്ട് കയറുന്ന പോലെ കയറി. പിന്നെ 25-26 വർഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇതാണ് മലയാളിയുടെ തട്ടിപ്പെന്ന് ഞാൻ പറഞ്ഞൊരു സംശയം. കാരണം അയാൾ താമസിച്ച് ഈ CBI ഓഫീസർ ഒറ്റയ്ക്കുള്ളൊരു ഓപ്പറേഷനാണ്. അയാൾ ആ ഹോട്ടലിലെ 5 സ്റ്റാർ ഹോട്ടലിലാണ് താമസിച്ചത്, വലിയ ഹോട്ടലിൽ താമസിച്ചു. ബാക്കി കഥകളൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്ന അയാളുടെ ഇംഗ്ലീഷിലാണ് അഡ്രസ്സ് എഴുതിയിരിക്കുന്നത്. അഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അത് തിരുവനന്തപുരം ഗവൺമെന്റ് പ്രസ് റോഡ്, TC നമ്പർ, ആ വാർഡിന്റെ TC നമ്പർ എഴുതി, ട്രിവാൻഡ്രം കോർപ്പറേഷൻ നമ്പറാണ്. സ്റ്റാച്യു തിരുവനന്തപുരമാണ് അവിടുത്തെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. കാരണം അത് ഈ ട്രിവാൻഡ്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മലയാളിക്ക് മാത്രമേ ഗവൺമെന്റ് പ്രസ് റോഡ് എന്നല്ല, സ്റ്റാച്യു TC നമ്പർ എന്ന് പറഞ്ഞാൽ മതി, ആ വാർഡ് നമ്പർ പറഞ്ഞാൽ മതി. ഗവൺമെന്റ് പ്രസ് റോഡ് TC നമ്പർ ഇത്ര, അത് ഗവൺമെന്റ് പ്രസിന് ഓപ്പോസിറ്റുള്ള EMS ഒക്കെ താമസിച്ച വീടിന്റെ അവിടെ ഒരു വീടിന്റെ TC നമ്പറാണ്. ആ TC നമ്പർ, അത് ആ കെട്ടിടം ഇപ്പം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓഫീസ് ഗസ്റ്റ് ഹൗസ് ആണ്. ഇപ്പൊ അതൊക്കെ അവിടെ മാറിയിട്ടുണ്ടാവും. 10-25 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവിടുത്തെ അഡ്രസ്സാണ് ബോംബെ കൊടുത്തിരിക്കുന്ന CBI ഓഫീസർ. ആ ഹോട്ടലിൽ കഴിച്ചിരിക്കുന്ന ഭക്ഷണം രാവിലെ ഇഡ്ഡലി, ദക്ഷിണേന്ത്യൻ ഭക്ഷണം, ഇഡ്ഡലി ചമ്മന്തി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കഴിച്ചത്. ചായ. 2 ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട് അയാൾ. അവർ പറയുന്നത് ഈ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ വന്ന്, അത് ക്രൈംബ്രാഞ്ചിൽ ഞാൻ ഇരുന്നപ്പോൾ എന്നെ വന്ന് കണ്ടു, DGP പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു, ഞാനും അവരുമായി പോയി നോക്കിയപ്പോൾ TC നമ്പർ എല്ലാം കണ്ടുപിടിച്ചു. ഇതൊരു ഗസ്റ്റ് ഹൗസ് ആണ്. അത് മലയാളി തന്നെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് വരെ പിടിച്ചിട്ടില്ല. എത്രയോ കോടി രൂപയുടെ ഡയമണ്ട് അവിടുന്ന് പോയി. ഇന്ന് വരെ മലയാളി ഒറ്റയ്ക്കുള്ള ഒരു ഓപ്പറേഷനാണ്. അതാണ് മലയാളിയുടെ ഫ്രോഡ് ബുദ്ധി എന്ന് ഞാൻ പറയാൻ. ആ സൈത്ത് ധാരാളം കേസുകളുണ്ട്, ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട്. പിന്നിലെ ഒരു തിരുവനന്തപുരംകാരനോ നെയ്യാറ്റിൻകരക്കാരനല്ല, ചിലപ്പോൾ ഒരു തൃശ്ശൂരുകാരനെ കൂടെ കൂട്ടായി പോകും നമുക്ക്. കോട്ടയിലെ റിജോ ആന്റണിയുടെ ഓപ്പറേഷൻ അത്ര ബുദ്ധിപരമായ ഒരു ഫ്രോഡ് ഓപ്പറേഷൻ തന്നെയായിരുന്നു. അതിനകത്ത് പോലീസ് നാടുമൊക്കെ വിറച്ചുപോയി. പക്ഷെ ആ പോലീസിനെ അഭിനന്ദിക്കുന്നു. കാരണം അത് ക്ഷമയോടെ അവിടുത്തെ കൃഷ്ണകുമാർ SP-യും അവിടുത്തെ 2 DYSമാരും അവിടുത്തെ ഇൻസ്പെക്ടറുടെ അവരുടെ ടീം വളരെ ക്ഷമയോടെ വളരെ ബുദ്ധിപരമായി നീങ്ങിക്കൊണ്ടാണ് പിടിക്കപ്പെട്ടത്. അല്ലെങ്കിൽ അത് പിടിക്കപ്പെടാതെ പോകും. ഇതിന്റെ വ്യത്യസ്തമായ രീതിയിലുള്ള ഓപ്പറേഷൻ ഇനി കേരളത്തിൽ ധാരാളം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടല്. കാരണം ഇത് ബുദ്ധിപരമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ CCTV ദൃശ്യത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും ഉപയോഗിക്കുന്ന വാഹനം ഒരു മോഷണ വാഹനവും അങ്ങനെ ആകുകയും, അതുപോലെ താമസിക്കുന്ന സ്ഥലം റെന്റഡ് ഹൗസിലാണെങ്കിൽ ഇത് പിടിക്കപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ കുറഞ്ഞ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത്. അതെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഏതായാലും റിജോ ആന്റണിയുടെ വീട് കണ്ടു. അത് തീർച്ചയായിട്ടും പോലീസ് ഇയാൾക്ക് 40 വയസ്സടുത്ത് പ്രായമുണ്ട്. അതെങ്ങനെ അത്ര വലിയൊരു വീട് വെച്ചു, അതിനുള്ള പണം ഇവിടുന്ന് വന്നു, ഭാര്യയുടെ പണം ശമ്പളത്തിൽ നിന്ന് ഉണ്ടായ അത്ര പണം ഉണ്ടാകുമോ, ഇയാൾ എത്ര നാൾ വിദേശത്തുണ്ട്, ഇയാൾ 10ാം ക്ലാസ് വരെയുള്ളൂ, വലിയ ജോലിയൊന്നും അവിടെ കിട്ടാൻ സാധ്യതയില്ല, എങ്ങനെ ഇപ്പുറം പണം ഉണ്ടായി, അത് ഇനി അന്വേഷിക്കേണ്ടിരിക്കും. കാരണം ഇയാളുടെ ഓപ്പറേഷൻ രീതി അതാണ്. ഒറ്റയ്ക്ക് ഭാര്യയും മക്കളും അറിയാതെ, നാട്ടുകാരും ആരും അറിയാതെ ഇയാൾ ഓപ്പറേറ്റ് ചെയ്യും. ഒരു മനുഷ്യനും അറിയില്ല. ഇത് പിടിക്കപ്പെട്ടപ്പോഴാണ് ഇയാളുടെ പശ്ചാത്തലം ആരും സംശയിക്കത്തില്ലാത്ത വ്യക്തിയല്ലേ. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഓപ്പറേഷൻ നടത്താൻ മലയാളി കെങ്കേമനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മലയാളിയാണ് ഈ ഫ്രോഡ് റാങ്കിങ്ങില് ഇന്ത്യയിൽ നമ്പർ 1.